അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് ഈ വർഷത്തെ മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് പടങ്ങളിലൊന്നായ ടോക്സിക് അതിൻ്റെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യാനാണ്. നമ്മളിത് കറക്റ്റായിട്ട് അന്നേ ദിവസം തന്നെ ഇറങ്ങിയ സമയത്ത് ചെയ്യണം. ഇറങ്ങിയ സമയത്തല്ല, ഇറങ്ങി കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയ സമയത്ത് നമ്മൾ തിയേറ്ററിലായിരുന്നു. DC കാണുമായിരുന്നു. അതെ, DC കാണുമായിരുന്നു. അതിനെപ്പറ്റി നമ്മൾ വീഡിയോ വീണ്ടും ചെയ്യുന്നുണ്ട്, അത് വരും ഉടനെ. പക്ഷേ നമുക്ക് അതിന് മുമ്പ് നമുക്ക് ടോക്സിക്കിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം. 4 മിനിറ്റിന് മുകളിലുണ്ട് ട്രെയിലർ. 2 പാർട്ടായിട്ട് കാണും. കന്നഡ ട്രെയിലറാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇത് രാമായണം തുടങ്ങുന്ന പോലെയാണല്ലോ എല്ലാത്തിനും. ആരെ ചുമക്കും അവൻ്റെ ഇല്ല, നമുക്ക് കന്നഡ മനസ്സിലായില്ല. സോറി ഗൈസ്, ഞങ്ങളൊന്ന് പോസ്റ്റ് ചെയ്യണേ. കന്നഡ നമുക്ക് ഗൊത്തില്ല. എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ചേട്ടാ ഇതിനകത്ത് ക്യാപ്ഷൻ വരുമോ? സോ അപ്പോൾ സുഹൃത്തുക്കളെ, നമുക്ക് ഇവർ ഇംഗ്ലീഷ് സബ്ടൈറ്റിൽ കൊടുത്തിട്ടില്ല കന്നഡയ്ക്ക്. പക്ഷെ എന്നാലും നമ്മൾ കന്നഡ ട്രെയിലർ ആദ്യം കാണുകയാണ്. എന്താ കാരണം എന്നറിയോ? എന്താ? യാഷ് അല്ല, പതിവിലും വരാത്തൊരാൾ വന്നു. ഓ, ഇവനാണോ? ഓക്കെ, എനിക്ക് കന്നഡ എന്ത് കാര്യം? നമുക്ക് അതിന് കന്നഡ ട്രെയിലർ ഒന്ന് കാണാം. നമുക്ക് മനസ്സിലാവുമോ ഇല്ലയോ നോക്കാം. എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ മലയാളം ട്രെയിലോ തമിഴ് ട്രെയിലോ ഒന്നുകൂടെ കാണാം. ലൈൻ സ്റ്റേറ്റോ? ഇത് റോക്കി ബൈ അല്ലേ? പിള്ളേരെ കൊല്ലിയാണോ? ಮುಖವಾಡದಿಂದ ಮುಖದ ಮೇಲಿರೋ ದುಃಖ ಬೇಕಾದ್ರೆ ಮುಚ್ಚಿರ್ಬೋದು, ಹಣೆ ಮೇಲೆ ಬರ್ತಿರೋ ದುರಂತನಲ್ಲ. ನನ್ ಬಿಟ್ಟು ಹೋಗಲಮ್ಮ, ನನ್ನ ಮುಖ ನೋಡಕ್ಕೆ ಇಷ್ಟ ಇಲ್ಲ. ನನ್ನ ಆಸೆ ಏನ್ ಗೊತ್ತಾ ರಾಯ? ಇಡೀ ಸಿಟಿನ ನೀನ್ ಆಳ್ಬೇಕು. ನನ್ನ ಸಿಟಿಗೆ ಬಂದು ನನ್ನ ಫ್ಯಾಮಿಲಿ ಮೇಲೆ ಕೈ ಇಟ್ಟಿಯಲ್ಲ. എല്ലാണോ? ಕೊನೆಯ ಆಸೆ ಏನು? ಜಾಸ್ತಿ ಏನಿಲ್ಲ. ನಿನ್ ತಮ್ಮನ್ ಸುಟ್ಟು ಅವನ್ ಬೂದಿ ಲೈನ್ ಹಿಡ್ದು ಅಂತ ಹೇಳೋಣ ಅಂತಿದೀನಿ. ಏನಂತೀಯ? ಎಲ್ಲ ಹುಡುಗಿರ್ಗೂ ಅವನ್ ಪ್ರೀತಿ ಅವ್ರಿಗೆ ಮಾತ್ರ ಸ್ವಂತ ಅನ್ನಿಸ್ತಿತ್ತು. ಆದರೆ ಅವನ ಮನಸ್ಸು ಯಾವ ಭಾವದ ಬಂಧಕ್ಕೂ ಸಿಗದೆ ಆಕಾಶದ ತರ ಸ್ವಚ್ಛಂದವಾಗಿತ್ತು. ಹೆಣ್ಣಿಗೆ ಅಂದ ಇದ್ರೆ ಚಂದ, ಆ ಅಂದನೇ ಆಯುಧ ಮಾಡ್ಕೊಂಡ್ರೆ ಹೆಂಗೆ ಕಂದ ಎಷ್ಟು ತಗತ್ತೀಯ? Who the hell are you? I was really like, who the hell are you? രുക്മിണിയുടെ I was permanent. മുടി കിടക്കുക. This was supposed to be my fucking teddy. I was hoping to have a civilized conversation. Do I look civilized to you? Hello, Daddy. മോൻ ഓ, താടി ഇല്ലാതല്ലേ, കുറെ കാലമായല്ലോ അങ്ങനെ ഉണ്ട്. ಇದು ಹೆಂಗ್ ಕೊನೆ ಆಗತ್ತಂತಾನು ನಿನಗೆ ಗೊತ್ತ? रणवीर सिंह. It's time. I'm coming! ಬೇಡ, ನೀ
തോന്നി? R3 ആണ്. ഇരുപത്താറ് 26-നാണോ റിലീസ് അല്ലേ? ആ, അയ്യോ കുറേ നേരം എടുത്തല്ലേ ഇത് തീരാൻ. ഒരു നിശബ്ദത, ഇപ്പൊ ഒരു സമാധാനമല്ലേ? ഞാൻ സത്യം പറയട്ടെ, ആ, എനിക്കിഷ്ടപ്പെട്ടു. എന്തോ ഒരു പരിപാടി ഉള്ള പോലെ തോന്നുന്നു. അല്ല കുറച്ച് വർക്കുണ്ട് പടത്തിനകത്ത്. ആ അതെ, കുറച്ച് പണിയുണ്ട്. പക്ഷേ ഈ ഫിൽം മേക്കിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ വട്ട് പടമായിരിക്കും. അതെ അതെ, വട്ടുപടം. അതായത് കണ്ടോണ്ടിരിക്കുന്നവൻ അല്ല പേരിനോട് ചേർന്ന ട്രെയിലറാ. ടോക്സിക്കാ ട്രെയിലർ മൊത്തം. അതൊക്കെ, പക്ഷേ ഈ അത് പടം അങ്ങനെയാടാ. അത് തന്നെ. പക്ഷേ ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മൾ ഫിലിം മേക്കിംഗ് വൈസ് നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ കുറച്ച് ഗീതു മോഹൻദാസിന്റെ കുറച്ച് പരിപാടികൾ കാണാൻ പറ്റും. പക്ഷേ ഈ കൺസിസ്റ്റൻസി കുറവായിരിക്കും. എന്താ കുറച്ച് മാസ് പെട്ടെന്ന് മാസ് ആ, അതെ, ആ കൺസിസ്റ്റൻസി ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. CG ശോകമായിരുന്നു. പിന്നെ മറ്റേ ഈ അച്ഛനും മൊത്തം എല്ലാവരുടെയും ആക്ടിങ് ഭയങ്കര എല്ലാവരും മറ്റേ ഓവർ ദ ടോപ്പ് സാധനമാണ്. മോനെ ഒരു ചായ പിടിക്കുന്നു അങ്ങനല്ല, ആ scene കാണത്തില്ല. ആ സാധനമാണ്. ആർക്കും വെളിവ് കാണത്തില്ല. അതെ അതെ, ചേട്ടൻ പറഞ്ഞിട്ട് വട്ട് പരിപാടിയായിരിക്കും. വട്ട് പരിപാടിയായിരിക്കും. ആ വട്ട് എത്ര നേരം നമ്മൾ കണ്ടോണ്ടിരിക്കുക എന്നുള്ളത്. അതെ, പിന്നെ ഈ ട്രെയിലർ തുടങ്ങുന്ന പോലെ ഈ ഒരു ശബ്ദ കോലാഹലം ഉണ്ടല്ലോ, ഇത് തിയേറ്ററിനകത്തും മറ്റേ പഴയ പടം കണ്ട ആ ഒരു ശബ്ദ കോലാഹലങ്ങൾ കുറച്ച് കുറഞ്ഞൊക്കെ കിട്ടിയ സമാധാനമായിരിക്കും. ഇല്ല ഈ 3 മണിക്കൂർ പടമായിരിക്കും ഇത്. അല്ല ഇതിനകത്ത് നല്ലപോലെ നിശബ്ദത കാണാൻ ചാൻസ് ഉണ്ട്. കൈരളി ശ്രീകണ്ഠൻ കൊണ്ടേ നല്ലത്. ഇല്ലെങ്കിൽ നമ്മളിങ്ങനെ മറ്റേ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇരിക്കേണ്ടി വരും. മറ്റേ സീനുണ്ടല്ലോ രുക്മിണി കരുതാതെ പറയത്തില്ലേ, ഞാനൊരു അത് ട്രെയിലറിൽ അവിടെ അല്ല ആ പോയിന്റില്ലേ, ആ പോയിന്റ് ഭയങ്കര നിശബ്ദമായിരിക്കും. അവർ തിയേറ്റർ നിശബ്ദമായിരിക്കും. തിയേറ്റർ നിശബ്ദത ആയിരിക്കത്തില്ല ആ സമയത്ത്. ഈ മറ്റേ ട്രെയിലേഴ്സിലെ ചില എലമെന്റ്സ് ഈ ട്രെയിലറിനകത്ത് ഇല്ലായിരുന്നു. എന്താണ് എലമെന്റ്? അല്ല, സെക്കൻഡ് ഒരു ടീസറില്ലായിരുന്നു, മറ്റേ സിമിത്തേരി ആ ടീസർ. ആ ആ അതിനകത്തെ കുറച്ച് എല്ലാവർക്കും പ്രശ്നം ഉണ്ടായിരുന്ന കുറച്ച് എലമെന്റ്സ് ഉണ്ടല്ലോ. പ്ലക്ക് എലമെന്റ്. അത് പടത്തിലുണ്ടല്ലോ, എന്തിനാ ഇവിടെ കൊണ്ടുപോകുന്നത്? അല്ല, ഞാൻ പറയുമായിരുന്നു ഇപ്പോൾ 4 ടീസർ ഇറങ്ങുകയാണെങ്കിൽ 4ലും 4 ടൈപ്പ്. പിന്നെ സുദേവ് നായറിനെ ശരിക്കും കാണിക്കുന്നുണ്ട് കുറച്ച് ട്രെയിലറിനെ കുറച്ച് മരിക്കാനുള്ള ക്യാരക്ടർ തന്നെ. അല്ല ചതിയനായിരിക്കും മിക്കവാറും. വെട്ടിക്കൊണ്ടോ വെട്ടുകൊണ്ടോ മരിക്കും, അതാണ് അതിന്റെ രീതി. പിന്നെ എനിക്ക് പലയിടത്തും മറ്റേ ആനിമലിന്റെ ടച്ച് വന്നു, മറ്റേ ക്യാരക്ടറിന്റെ. അതാ ടോക്സിക് ആണല്ലോ വേണ്ട തന്നെ. അല്ല, ഇങ്ങനത്തെ സന്ദീപ് റെഡ്ഡി ഇത് കാണുമ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സിനിമ. ഇത് കുറച്ച് ഇപ്പം ഈ കണ്ട പടം മറ്റേ ഫുൾ സ്ക്രീൻ റേഷ്യോ ആണ്. നമ്മളിവിടെ തിയേറ്ററിൽ ഇതെങ്ങനെ ആയിരിക്കും എന്നറിയത്തില്ല. സ്കോപ്പ് വേർഷൻ ഉണ്ടാകുമോ അതോ നമ്മൾ ഈ വർഷം കാണാൻ നമ്മൾ PXL പോലത്തെ മനസ്സിലായോ ലാർജ് സ്ക്രീൻ എടുക്കേണ്ടി വരും. കുറച്ച് വാർട്ടും ഒക്കെ ഉണ്ടായിരുന്നു. കുറച്ച് മഞ്ഞുമലയും. ആ മഞ്ഞുമലയിൽ ഒരു സാധനം ഇങ്ങനെ ഉരുണ്ട് വരുന്നത് കണ്ടത്, അത് എന്താണെന്നറിയാം? പ്രൊപ്പല്ലർ. അത് പ്രൊപ്പല്ലറല്ല, ഇങ്ങനെ സാധനം ഉരുണ്ട് വന്ന് കണ്ടില്ലേ? ആ പ്രൊപ്പലറായിരുന്നു അത്. അത് രണ്ടാമത് ഷോട്ട് ഉണ്ടായിരുന്നല്ലോ. ഒരു ഫ്ലൈറ്റ്, പക്ഷേ ഒരു ഫ്ലൈറ്റ് തകർന്ന് വീഴുന്നുണ്ട്. അത് അതിൻ്റെ ആയിരിക്കണം. അച്ഛൻ വേഴ്സസ് മകൻ, അതാണ് സംഭവം. അത് തന്നെ അതിന് പ്രൊപ്പല്ലർ. അമ്മ കൊച്ചിലെ പോലും മോനെ പറഞ്ഞു ക്ലൈമാക്സ് ഗംഭീരമാക്കാനുള്ള ഭാഗമായിട്ട് നടക്കുന്ന സംഭവം മനസ്സിലായില്ലേ? അമ്മ കൊച്ചിലെ പോലും മോനെ അദ്വാനിയുടെ മോനാണ് ഈ മാഗെ. അത് തന്നെ അതാ പറഞ്ഞത്. കിയാറ മകനുമായിട്ടുള്ള സീനില്ലേ, ആ സീനിന്റെ കുറച്ച് സ്നിപ്പറ്റ്സ് കണ്ട്. അതിനകത്ത് ഒരേ സമയം ഓവർ ആക്ടിംഗ് ഉള്ള 2 ഷോട്ടും കണ്ട്, കൊള്ളാമെന്ന് തോന്നുന്ന 2 ഷോട്ടും കണ്ട്. അതാ നീ പറഞ്ഞ ഇൻകൺസിസ്റ്റൻസി. നമ്മളിങ്ങനെ കിയാറയ്ക്ക് അഭിനയിക്കാൻ അറിയാവോ? കിയാറയ്ക്ക് അഭിനയിക്കാൻ അറിയാം. അവള് പറയുന്നത് ഇത് കൊള്ളാലോ എന്ന് തോന്നും. എന്നിട്ട് അടുത്ത സീനിൽ ഇതെന്താ ഇങ്ങനെ? അല്ല അവള് പറയുന്നത് എന്താ, നിന്റെ അച്ഛനെ എനിക്ക് ഇഷ്ടമല്ല, നിന്റെ അച്ഛനെ ആ സാധനമാണല്ലോ പറയുന്നത്, അതുകൊണ്ട് അച്ഛന്റെ ഉള്ള നിന്നെ ഇഷ്ടമല്ല. നിനക്ക് മനസ്സിലായല്ലേ? അവൻ കന്നഡ പടങ്ങളൊക്കെ കാണുന്നല്ലേ? മറ്റേ ഡി ബോസിന്റെ ഫാനാ ഭയങ്കര. ഡി ബോസ് അങ്ങനെ ദർശന്റെ വലിയ ഫാനാ. പുള്ളിയാണ് പുള്ളിയെ ജയിലിൽ കിടക്കുന്നത്. ദർശന്റെ വലിയ ഫാനായി ഇവൻ. ഇവൻ അതുകൊണ്ട് ഈ കണ്ട കന്നഡ പടമൊക്കെ ഇരുന്ന് കാണാറുണ്ട്. അയ്യോ ആരങ്ങാണ്ട് പറഞ്ഞതല്ല. അപ്പൊ ടോക്സിക്കിനെ പറ്റി പറയാൻ നമ്മുടെ റിയാക്ഷൻ ടോക്സിക് ആയി മാറോ? അല്ല, ഇത് മനസ്സിലാവണ്ടേ? എന്തോ അയ്യോ സോറി, നമ്മൾ ആക്ച്വലി ഡയലോഗ് ഒന്നും നമ്മൾ പാതി ഡയലോഗ് നമുക്ക് മനസ്സിലായില്ല. കാര്യം കന്നഡയായിരുന്നു, സബ് ടൈറ്റിലും ഇല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ മലയാളം കണ്ടു നോക്ക്. അതിലേക്ക് ആർക്ക് വേണമെങ്കിൽ വേണ്ട. അല്ല മലയാളം കാണും, മലയാളം എടുക്ക്. മലയാളം നമ്മൾ മലയാളികളല്ലേ? അപ്പൊ നമ്മൾ മലയാളം ടോക്സിക്കിന്റെ ട്രെയിലർ കാണാം. ഇംഗ്ലീഷ് ഇറങ്ങിയിട്ടുണ്ടോ നോക്കും. ഇത് എന്തുവാ ഇത് ഗൈസ്? അപ്പം നമ്മൾ ഡയലോഗ്സ് മനസ്സിലാവാൻ മലയാളം ട്രെയിലർ ഒന്നുകൂടെ കാണാം കേട്ടോ. സഹിക്കുക. സൗണ്ടൊക്കെ ഉണ്ടല്ലോ. ഈ കൊച്ചൻ പറഞ്ഞത് തിരിഞ്ഞു
സോറി പറഞ്ഞു. ഡാഡിയോ ഓ ദേഷ്യം കാണിക്കല്ലേ ഡാഡി, അങ്ങനെ പറഞ്ഞു. വീട്ടിൽ പോയി ഇതിന്റെ അച്ഛനെ വിളിക്കണം ഡാഡി ഇത് എന്തുവാ സാധനം. പയ്യൻ പെട്ടെന്ന് അത് തന്നെ, ആ പയ്യൻ തന്നെ ജോക്കർ. എന്റെ ആഗ്രഹം എന്താണെന്നറിയോ? ആയ ഈ സിറ്റി മുഴുവൻ നീ ഭരിക്കണം. എന്റെ സിറ്റിയിൽ വന്ന് എന്റെ ഫാമിലിയെ നമ്മൾ കൈവച്ചല്ലേ. തന്റെ അവസാന ആഗ്രഹം എന്താ? ഒരുപാടൊന്നുമില്ല. നിന്റെ അനിയനെ കത്തിച്ചിട്ട് ആ ചാരം കൊണ്ടൊരു ലൈനിട്ട് ഒന്ന് പറക്കണം എനിക്ക്. കന്നഡയായിരുന്നു വേദം അല്ലേ? ലൈൻ മറ്റല്ലോ അല്ല ഒരു പ്രേമം. തനിക്ക് മാത്രം സ്വന്തമാണെന്ന് ഓരോ പെൺകുട്ടിയും കരുതും. എന്നാൽ അയാളുടെ ഹൃദയം പകലുകളില്ലാത്ത ആകാശം പോലെ സ്വതന്ത്രമായിരുന്നു. സ്വാഭാവികം. ആയുധമാക്കിയ ട്രെയിലർക്ക് വേണ്ടി വീട്ടിൽ കിട്ടുന്ന മ്യൂസിക്കാണ്. വേറെ എവിടെ Who the hell are you? I'm regular. Who the hell are you? രണ്ടുപേരും I'm Sperm. This was supposed to be my fucking teddy bear. ഇത് രസമുണ്ട്. അത്യാവശ്യം ഇരുട്ടതായതുണ്ട്. I was hoping to have a civilized conversation. Do I look civilized to you? മലയാളത്തിൽ പറ, മലയാളത്തിൽ പറ. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട പോസ്റ്റ്. ഇതിനകത്ത് ഇങ്ങനെ കട്സിനകത്ത് ഒരു പോകും. Hello, Daddy. എനിക്ക് ധ്രുവ് വിക്രമിന്റെ ഒരു ചായ വന്നു. മലയാളമായിട്ട് തിരിയുന്നില്ല കേട്ടോ. ഈ തമിഴും കൂടെ കാണേണ്ടി വരുമോ? ഇതെങ്ങനെ അവസാനിക്കാമെന്ന് എനിക്ക് തന്നെ അറിയാലോ. This time, I'm coming! വന്നിട്ടോട്ടാ. ഇതൊക്കെ രസമുണ്ടല്ലോ. ലാസ്റ്റ് അത് എവിടെയാണ് അറിയാം. ഒരുപാട് സീക്വൻസ് നമ്മുടെ മറ്റേ പത്രാം ലിംഗൻ റാമ്പർ അതിനകത്തൊരു ആക്ഷൻ സീൻ. നീ കുട്ടി പറ്റും. ആ പ്ലെയിൻ താർന്ന് വരും. കണ്ടോ കണ്ടോ കണ്ടോ. പരിപാടി നല്ല രസം. മലയാളം സാധനം രസമുണ്ട്. തന്തയൊക്കെ മോശം. അതൊക്കെ ചെറുക്കൻ. അല്ല മറ്റേ ഈ സാധനമില്ല നമ്മുടെ മലയാളത്തിൽ കണ്ടിട്ട് നമുക്ക് ചില ഡയലോഗ് ഇനി ഒന്നുകൂടെ ഇരുന്ന് കേൾക്കേണ്ട കാര്യം. ഇത് ബഹളമായിട്ട് ഇത് എന്താ പറയുന്നതെന്ന് അങ്ങോട്ടൊരു പ്രോപ്പറായിട്ട് തിരിയുന്നില്ല. കാര്യമില്ലെന്ന് മനസ്സിലായി. പറയുന്ന കാര്യത്തിനകത്ത് ഒരുപാട് വലിയ സംഭവം ഒന്നും പറയുന്നില്ലെന്ന് മനസ്സിലായി. അല്ല ആക്ച്വലി കുറച്ച് നാളായിട്ട് കണ്ട യശിൽ നിന്നും കൊള്ളാന്ന് പറയുന്നില്ല, പക്ഷെ വ്യത്യസ്തനായിട്ട് തോന്നിയ മകന്റെ ആക്ടിങ്. അത് ആ ആക്ടിങ് നമ്മൾ കാണാത്തോണ്ട് ആ ടൈപ്പ് ആക്ടിങ്. രാമായണം പഴയ പടങ്ങളൊക്കെ കണ്ടാൽ കാണാം. ആണോ? ഞാൻ കണ്ടിട്ടില്ല. ഞാൻ കണ്ടുള്ള ഞാൻ പുള്ളി എല്ലാ പടം കണ്ടു. ഞാൻ ഫസ്റ്റ് പുള്ളിയുടെ പടം കാണുന്നത് KGF 2 ആണ്.
അപ്പോൾ പുള്ളി ചോദിക്കുകയാണ് എന്തിനാണ് റോക്കി ബായിക്ക് വേണ്ടി വരെ കൈയടിക്കുന്നത്. പുള്ളി ഒന്നും ചെയ്യുന്നില്ല, പുള്ളി ചുമ്മാ നടന്നിരുന്നല്ലേ ഉള്ളൂ. അതെ, KGF 1 കാണാതെ KGF 2 ആരായവൻ എന്ന് ചോദിച്ചാൽ അതെ, എന്തിനാണ് റോക്കി ബായ് എന്താ ചെയ്തത് ഇത്ര വലിയ KGF ഓൺ സ്റ്റിറോയിഡ്സ് പോലെ ആയിരിക്കും ചിലപ്പോൾ ഈ പടം. അതായത് ഭാര്യയ്ക്ക് ചോടെടുക്കുമ്പോഴത്തേക്കും ഫാനിന് വരെ ഹെലികോപ്റ്റർ ഓണാക്കുന്ന പറയുന്നില്ല. ഇവിടെ എന്തായിരിക്കും ഓണാക്കുന്നത്? വൈബ് അതിന്റെ എക്സ്ട്രീം 3x. അതൊക്കെ യാഷിന്റെ ഇതായിരിക്കും, സംഭാവനയായിരിക്കും. തണുപ്പെന്ന് പറയുമ്പോൾ ഭാര്യ മൊത്തത്തിൽ കത്തിക്കുന്ന ടൈപ്പ് സാധനം. അയ്യോ ആ ടൈപ്പ് സാധനമായിരിക്കും. പക്ഷേ ബിഗ് സ്ക്രീനിൽ എന്തൊക്കെയോ കാണാനുണ്ട്. നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാട് ഉണ്ടാവുമെങ്കിലും ബിഗ് സ്ക്രീനിൽ കുറേ നേരം ഒരു 3-3.25 മണിക്കൂർ എന്തൊക്കെയോ സംഭവിക്കും. എക്സ്ട്രീം ഓഡിയൻസ് ആയിരിക്കും. അതെ, ഉയ്യോ ഇജാതി കൂറപ്പട ഞാൻ ഈ വർഷം കണ്ടിട്ടില്ല. ആ കാറ്റഗറിയിലേക്ക് പോകാൻ കുറേ ആൾക്കാർ ഒരേ സമയത്ത് കുറച്ച് പേര് പറയാം എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലടാ ബിഗ് സ്ക്രീനിൽ കാണുമ്പോൾ കുറച്ച് പരിപാടി ഉണ്ടോ എന്ന് പറയാം. എനിക്ക് 3D ആയിരുന്നേ കുറച്ച് രസമായിരുന്നു തോന്നുന്നു, അല്ലേ? 3Dയിൽ കുറേ പരിപാടികളുണ്ടല്ലോ, കുതിര ചാടുന്നു, പ്രൊപ്പലർ വരുന്നു, 3Dയും കൂടെ ഇറക്കായിരുന്നു. അപ്പോൾ നല്ല രസമായിരുന്നു. പിന്നെ ഇതിൻ്റെ മെയിൻ സംഭവം എനിക്ക് ഭയങ്കര ഇതെന്ന് വെച്ചാൽ നമ്മളിവിടെ ഈ പടം ഫസ്റ്റ് ഡേ വർഷം കാണാൻ പോകുന്നത് ഇവിടുത്തെ തിയേറ്ററുകളിലെല്ലാം സ്കോപ്പ് റേഷ്യോ ആണ്. പക്ഷേ ഈ പടം ചെയ്തിരിക്കുന്നത് ഫ്ലാറ്റ് റേഷ്യോയിലാണ്. അതിവിടെ നമ്മൾ കാണുന്നത് സ്കോപ്പിലായിരിക്കും. അതുകൊണ്ട് നമുക്ക് ഈ വിഷ്വൽ എക്സ്ട്രാ വെഗൻസുകളൊക്കെ മിസ്സാവും. പാതി മേളിൽ തന്നെ കുറച്ച് കട്ടായി പോകും. യശും ഗീതു മോഹൻദാസും ഇത് തന്നെ ഇറക്കി വിടുന്ന പാടറേ ഇനി 3D കൂടെ ഒരു വർഷം കൂടെ. അവരെ പറഞ്ഞു ഇത് റീഷൂട്ട് ചെയ്യുന്ന പരിപാടിയൊക്കെ നിർത്തിയിട്ട് ചത്താലും ചത്തിലേലും ഓഗസ്റ്റിൽ ശവം അടക്ക് എന്ന് പറഞ്ഞ അവസ്ഥയിലാണ് ഇപ്പം. പക്ഷെ ഇത് കാണുമ്പം മറ്റേ ഭയങ്കര അല്ല, ആക്ച്വലി റീഷൂട്ട് ഒരു റൂമർ മാത്രമായിരുന്നു. അത് എന്താണ് പറയുന്നത്? അങ്ങനെയാണ്, എല്ലാം റൂമറാണല്ലോ, നമ്മളറിയുന്നില്ല, നമ്മളെല്ലാം റൂമറായിട്ടാണ് വിളിക്കുന്നത്. പുള്ളി മറ്റേ ഇവിടെ കോമിക്കോണിൽ പോയിരുന്നു പറഞ്ഞാണ് റീഷൂട്ട് ഒന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്നൊക്കെ പറഞ്ഞ് പുള്ളി അടിച്ചായിരുന്നു. അതെ അതെ, അവ തീരുമാനിച്ചിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലായില്ല. അതുകൊണ്ടല്ലേ ഇപ്പോൾ പടം ഇറങ്ങുന്നത്. അത് സംഭവം എന്ന് വെച്ചാൽ ഇതിനകത്ത് എന്തോ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് രസകരമായ പരിപാടിയുണ്ട്. ഈ ഭയങ്കര കാട്ടപരാധം വൈബിലേക്ക് ആ ലൈനിലേക്ക് പോകും. കുറച്ച് സംഭവങ്ങൾ ഉറപ്പായിട്ടും പോകും പടത്തിലത്. ഞാൻ അങ്ങനെ അഭിപ്രായം നമ്മളോട് അങ്ങനെ പറഞ്ഞത് അല്ലല്ല, എനിക്ക് തോന്നുന്നു ഇതിന്റെ മലയാളം ഭാഷ ഭയങ്കര അപരാധമായിരിക്കും. അതെ അതെ, അതായത് അത് ഈ ഡബ് അതിനകത്ത് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ ഈ ഡബ് കേൾക്കുമ്പോൾ നമുക്ക് അറിയാം. കാരണം മറ്റവന്റെ ചാരം എഴുതി ലൈൻ ഇടണം എന്നൊക്കെ പറയുന്നുണ്ട്. കന്നഡയാണെങ്കിൽ നമുക്ക് മനസ്സിലാത്തില്ല. ഫസ്റ്റ് ട്രെയിലർ കണ്ടപ്പോൾ നമുക്ക് അത്രയും വിഷയമില്ല. അപ്പൊ നമ്മൾ അടിച്ചടിച്ച് പോകുന്നത്. അതെ അതെ, നമുക്ക് ഇത് മലയാളം ഡബിങ് തമിഴുണ്ടെങ്കിലും വേദമായിരിക്കും. അത് തമിഴിൽ കാണുമ്പോൾ നമുക്ക് കുറച്ച് നമ്മൾ കാണാൻ അതെ കുറച്ച് ഡയലോഗുകൾ കേൾക്കുമ്പോൾ കുറച്ച് വലിയ പ്രശ്നമായത് ഓടി പോകുമായിരിക്കും ഡയലോഗ്. മലയാളത്തിൽ കേൾക്കുമ്പോൾ കുറച്ച് പടം റിലീസിനാണ് 26-ാം തീയതി റിലീസാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇനി തിയേറ്ററിൽ കാണാം, അല്ലേ? ബിഗ് സ്ക്രീനിൽ കാണുക. ഇതും PXL കാണേണ്ടി വരും തോന്നുന്നു. PXL തന്നെ കണ്ടേക്കാം, അത് ശരിയാകത്തുള്ളൂ. ഇത്രയും മേളിലും താഴെ കുറച്ച് പീസ് കട്ടായി പോകും. പാടില്ല, എനിക്കത് മൊത്തം കാണണം. പ്രൊപ്പല്ലർ എവിടെ പോകണമെന്ന് അറിയാം. അതെ അതെ. അപ്പോൾ ഗൈസ്, നമ്മൾ വീണ്ടും മറ്റൊരു പടത്തിൻ്റെ റിയാക്ഷനായിട്ട് തിരിച്ചു വരും.